കഴിഞ്ഞ ദിവസം അമേരിക്കൻ മാർക്കറ്റ് മികച്ച പെർഫോമൻസ് കാഴ്ചവെച്ചതിൻ്റെ പശ്ചാത്തലത്തിൽ ഇന്ന് ഗ്ലോബൽ മാർക്കറ്റുകളിലൊക്കെ ഒരു പോസിറ്റീവ് സെൻറ്റിമെൻറ്റ് പ്രകടമാണ്. കഴിഞ്ഞ ദിവസം ഇന്ത്യൻ മാർക്കറ്റും ഡീസൻറ്റ് പെർഫോമൻസ് കാഴ്ചവെച്ചിരുന്നു. നിഫ്റ്റി 1% ഉയരുകയും 25,000-ന് മുകളിൽ പോസിറ്റീവ് ക്ലോസിംഗ് നൽകുകയും ചെയ്തു. RBI അപ്രതീക്ഷിതമായി 50 ബേസിസ് പോയിന്റിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് നടത്തിയതും ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റർ കഴിഞ്ഞ ദിവസം 1000 കോടി രൂപയുടെ ബൈയിങ് നടത്തിയതുമാണ് മാർക്കറ്റിനെ ഹയർ സൈഡിൽ ക്ലോസിംഗ് നൽകാൻ പ്രേരിപ്പിച്ചത്. കൂടാതെ ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റർ കഴിഞ്ഞ 14 ദിവസമായി ഇന്ത്യൻ മാർക്കറ്റിൽ ബൈയിങ് സൈഡിലാണ്. വെള്ളിയാഴ്ച 9,342 കോടി രൂപയുടെ ബൈയിങ് ആണ് നടത്തിയത്. വെള്ളിയാഴ്ച അമേരിക്കൻ മാർക്കറ്റും ഡീസൻറ്റ് പെർഫോമൻസ് കാഴ്ചവെച്ചിരുന്നു. മാർക്കറ്റ് പ്രതീക്ഷിച്ചതിനേക്കാളും മികച്ച രീതിയിലുള്ള ജോബ് ഡേറ്റ അമേരിക്കൻ എക്കോണമിയിലുള്ള ആത്മവിശ്വാസം ഉയർത്തി. അമേരിക്കൻ എക്കോണമി ഒരു സ്ലോ ഡൗൺ ഫേസിലേക്ക് പോകുന്നു എന്ന സമയത്താണ് അമേരിക്കയുടെ ജോബ് ഡേറ്റയിൽ മാർക്കറ്റ് പ്രതീക്ഷിച്ചതിനേക്കാളും വർധനവുണ്ടായത്. 1,30,000 ജോബ് മെയ് മാസത്തിൽ പ്രതീക്ഷിച്ചെടുത്ത് 1,39,000-ഓളം ജോബാണ് ക്രിയേറ്റ് ചെയ്തത്. പക്ഷേ ആനുവലി നോക്കുകയാണെങ്കിൽ ജോബ് ക്രിയേഷനിൽ ചെറിയ രീതിയിലുള്ള ഒരു ഇടിവ് വന്നിട്ടുമുണ്ട്. കൂടാതെ അമേരിക്കയും ചൈനയും തമ്മിൽ വ്യാപാര സംഘർഷവുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടി ചർച്ച ചെയ്യുന്നതും ഗ്ലോബൽ മാർക്കറ്റിലെ സിറ്റുവേഷനെ കൂടുതൽ ശാന്തമാക്കുന്നുണ്ട്. കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ അമേരിക്കൻ ഇൻഡിസസുകൾ ഡീസൻറ്റ് പെർഫോമൻസ് കാഴ്ചവെച്ചു. ഡോ ജോൺസ് 1%, നാസ്ഡാക്ക് 1.2%, S&P 1.1% ഉയർന്നു. കൂടാതെ കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ അമേരിക്കയിലെ ടെക് സെക്ടറിലെ സ്റ്റോക്കുകൾ ഡീസൻറ്റ് പെർഫോമൻസ് കാഴ്ചവെച്ചതിൻ്റെ ഇമ്പാക്റ്റ് ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ IT സെക്ടറിലും പ്രകടമാകാനും സാധ്യതയുണ്ട്. നിഫ്റ്റി ഒരു ബ്രേക്കൗട്ടിന് വേണ്ടി തയ്യാറെടുക്കുകയാണ്. 25,125, 25,150 എന്നാണ് റെസിസ്റ്റൻസ് സോൺ. ഈ റെസിസ്റ്റൻസിനെ മറികടന്നാൽ 25,350 വരെയുള്ള മൂവ്മെൻറ്റ് പ്രതീക്ഷിക്കാം. 25,350 അടുത്ത റെസിസ്റ്റൻസ് സോണാണ്. ഇവിടെ 24,900, 24,800 തുടങ്ങിയ റേഞ്ചുകളൊക്കെ മാർക്കറ്റിൻ്റെ പ്രധാന സപ്പോർട്ടായി പ്രവർത്തിക്കുകയും ചെയ്യും. ഇനി ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ സ്റ്റോക്ക് സ്പെസിഫിക് ആക്ഷൻ വരാൻ സാധ്യതയുള്ള ചില സ്റ്റോക്കുകളെ കൂടി പരിചയപ്പെടാം. ഒന്ന്, 50 ബേസിസ് പോയിന്റിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് കട്ടിൻ്റെ ബെനിഫിറ്റ് ലഭിക്കാൻ സാധ്യതയുള്ള ഓട്ടോമൊബൈൽ സെക്ടറിലെ ഒരു സ്റ്റോക്കായ മഹീന്ദ്ര ആൻഡ് മഹീന്ദ്രയാണ്. മഹീന്ദ്രയ്ക്ക് ഇൻട്രസ്റ്റ് റേറ്റ് കട്ടിൻ്റെ ബെനിഫിറ്റ് ലഭിക്കുന്നതിനോടൊപ്പം തന്നെ കമ്പനി അതിൻ്റെ പ്രൊഡക്ഷൻ റിപ്പോർട്ടും പുറത്തുവിട്ടിട്ടുണ്ട്. ഇയർ ഓൺ ഇയറിൽ മഹീന്ദ്രയുടെ പ്രൊഡക്ഷൻ 27.6% വർദ്ധിച്ച് 70,261 യൂണിറ്റിൽ നിന്നും 89,626 യൂണിറ്റായി ഉയർന്നു. കൂടാതെ സെയിൽസ് 16.6% ഇയർ ഓൺ ഇയറിൽ വർദ്ധിച്ച് 69,011 യൂണിറ്റിൽ നിന്നും 80,458 യൂണിറ്റിലേക്ക് ഉയരുകയും എക്സ്പോർട്ട് 36% വർദ്ധിച്ച് 2,671 യൂണിറ്റിൽ നിന്നും 3,652 യൂണിറ്റിലേക്ക് ഉയരുകയും ചെയ്തു. ഇലക്ട്രിസിറ്റി ഡെറിവേറ്റീവ്സ് ലോഞ്ച് ചെയ്യാൻ സെബി അപ്രൂവൽ നൽകിയതിൻ്റെ പശ്ചാത്തലത്തിൽ കോമഡിറ്റി പ്ലാറ്റ്ഫോമായ MCX എന്ന സ്റ്റോക്കിനെ ഇന്ന് ഫോക്കസ് ചെയ്യാവുന്നതാണ്. ബികാജി ഫുഡ്സ് വിന്ധ്യാസ്വനി സെയിൽസ് എന്ന കമ്പനിയുമായിട്ടുള്ള അമാൽഗമേഷന് NCLTയുടെ സൈഡിൽ നിന്നും അപ്രൂവൽ ലഭിച്ചതിൻ്റെ പശ്ചാത്തലത്തിൽ ബികാജി ഫുഡ്സ് ഇൻ്റർനാഷണൽ എന്ന സ്റ്റോക്കിനെയും ഫോക്കസ് ചെയ്യാം. റൈറ്റ്സ് എന്ന സ്റ്റോക്കിനെയും ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ഫോക്കസ് ചെയ്യാവുന്നതാണ്. ഹിന്ദുസ്ഥാൻ കോപ്പറുമായി ചേർന്ന് ക്രിട്ടിക്കൽ മിനറൽ സപ്ലൈ ചെയിൻ ഡിസ്ട്രിബ്യൂഷന് വേണ്ടി റൈറ്റ്സ് എന്ന കമ്പനി ഒരു ഡീലിൽ ഒപ്പുവെച്ചിട്ടുണ്ട്. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ റൈറ്റ്സ് എന്ന സ്റ്റോക്കിനെ ഇന്ന് ഫോക്കസ് ചെയ്യാവുന്നതാണ്. കൂടാതെ CG പവർ എന്ന സ്റ്റോക്കിനെയും ഇന്ന് ഫോക്കസ് ചെയ്യാം. CG പവർ എന്ന കമ്പനി പ്രമുഖ വേഫർ മാനുഫാക്ചറിംഗ് കമ്പനിയായ വോൾസ്പീഡ് എന്ന കമ്പനിയുമായി ചേർന്ന് ഒരു പാർട്ണർഷിപ്പിൽ ഒപ്പുവെച്ചിട്ടുണ്ട്. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ ഫോക്കസ് ചെയ്യാവുന്നതാണ്. GHV ഇൻഫ്രാ പ്രോജക്ട്സ് എന്ന കമ്പനിക്ക് 546 കോടി രൂപയുടെ ഓർഡർ ലഭിച്ചതിൻ്റെ പശ്ചാത്തലത്തിൽ ഈ സ്റ്റോക്ക് ഇന്ന് മാർക്കറ്റിൻ്റെ ശ്രദ്ധയാകർഷിക്കാൻ സാധ്യതയുണ്ട്. നസാര ടെക്നോളജി എന്ന കമ്പനിയുടെ ഫുള്ളി ഓൺഡ് സബ്സിഡറിയായി സ്മാഷ് എൻ്റർടൈൻമെൻറ്റ് എന്ന കമ്പനി, അതായത് ഗെയിമിംഗ് സെക്ടറിലെ ഒരു പ്രമുഖ കമ്പനിയായ സ്മാഷ് എൻ്റർടൈൻമെൻറ്റ് എന്ന കമ്പനി മാറിക്കഴിഞ്ഞു. കൂടാതെ സ്മാഷ് എൻ്റർടൈൻമെൻറ്റിന് നസാര ടെക്നോളജി 116 കോടി രൂപയുടെ ലോൺ നൽകുകയും ചെയ്തു. ഹിന്ദുസ്ഥാൻ സിങ്കിന് ഇൻട്രിം ഡിവിഡൻഡ് പ്രഖ്യാപനത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഇന്ന് ശ്രദ്ധിക്കാവുന്നതാണ്. ഇലക്ട്രോണിക് സ്മാർട്ട് എന്ന കമ്പനി ആന്ധ്രാപ്രദേശിൽ പുതിയൊരു സ്റ്റോർ ഓപ്പൺ ചെയ്തു. കൂടാതെ JK സിമെൻറ്റ് എന്ന കമ്പനി സൈഫ്കോ സിമെൻറ്റിൻ്റെ 60%-ഓളം സ്റ്റേക്കുകൾ 150 കോടി രൂപയ്ക്ക് അക്വയർ ചെയ്തതിൻ്റെ പശ്ചാത്തലത്തിൽ സിമെൻറ്റ് സെക്ടറിൽ JK സിമെൻറ്റ് എന്ന സ്റ്റോക്കിനെയും ഫോക്കസ് ചെയ്യാം. കഴിഞ്ഞ ദിവസം ബജാജ് ഫിൻസർവ് എന്ന കമ്പനിയുടെ സ്റ്റേക്ക് സെയിലിംഗ് ബജാജ് ഫിൻസർവ് എന്ന കമ്പനിയുടെ OFS നമ്മൾക്ക് കാണാൻ സാധിച്ചു. ബജാജ് ഹോൾഡിംഗ്സ് ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന കമ്പനി ബജാജ് ഫിൻസർവിലുള്ള 1.04 കോടി ഷെയറുകളാണ് സെയിൽ ചെയ്തത്. ഇതിൽ പ്രമുഖ മ്യൂച്വൽ ഫണ്ടുകളായ ICICI മ്യൂച്വൽ ഫണ്ട്, SBI മ്യൂച്വൽ ഫണ്ട് തുടങ്ങിയവ ബജാജ് ഫിൻസർവിൻ്റെ 0.48%, അതായത് ഏകദേശം 75 ലക്ഷത്തോളം ഷെയറുകൾ അക്വയർ ചെയ്യുകയും ചെയ്തു.
വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക്